പെരുകുന്നത്. കരളിനെ കുറിച്ച് നമുക്കറിയാം 2 ലോബുകളുള്ള അവയവമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളാണ്. മുണ്ടുനീര് മീൽസ് മംസ് റുബല നമുക്ക് കേട്ടിട്ടുണ്ട്. സോ മംസ് ആണ് മുണ്ടുനീരിന്റെ രോഗകാരി മംസ് ആണ്. ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇനി വരാനിരിക്കുന്നത് ഫോഴ്സ് എക്സാമുകളാണ് അല്ലെ. ഈ പറയുന്ന CPOയുടെ ആണെങ്കിലും WCPO ആണെങ്കിലും ഫയർമാൻ ആണെങ്കിലും അല്ലെ, നിരവധി ഫോഴ്സ് എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുകയാണ്. അപ്പൊ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ CPO WCPO എക്സാമുകൾക്ക് ചോദിച്ച ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട PYQs ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം സിവിൽ പോലീസ് ഓഫീസർ 2024 ചോദിച്ച ഒരു ചോദ്യമാണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. മലേറിയ രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയം അല്ലെ, പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുന്നു. അതായത് ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ PSC ചോദിക്കുന്നത് മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട രോഗകാരി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അത് ഈ പറയുന്ന പ്ലാസ്മോഡിയം പ്രോട്ടോസോ പരത്തുന്ന രോഗമാണ്, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോ പരത്തുന്ന രോഗമാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ മലേറിയയുടെ വാഹകരാരാണ് എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മലേറിയയുടെ വാഹകരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് കൊതുകുകളാണ് അല്ലെ. അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയയുടെ വാഹകർ. അതേപോലെ മന്തിന്റെ വാഹകർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ മന്തിന്റെ വാഹകർ? അത് ക്യൂലസ് കൊതുകുകളാണ് മന്തിന്റെ വാഹകർ. ശരി, നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഈ മലേറിയൽ രോഗാണുക്കള് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏത് അവയവത്തിൽ ചെന്നാണ് അത് പെരുകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എവിടെയാണ്? ചെറുകുടലാണോ? അല്ല. തലച്ചോറാണോ? അല്ല. വൃക്കയാണോ? അല്ല. പിന്നീട് ഏതാണ്? കരളിലാണ് അല്ലെ. ഈ കരളില് +2 ടെക്സ്റ്റില് അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കരളിൽ ചെന്ന് ഈ മലേറിയൽ രോഗാണുക്കളെ കരളിൽ എത്തിയാണ് പെരുകുന്നത്. പിന്നീടാണ് ഇത് നമ്മുടെ RBC എല്ലാം നശിപ്പിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആദ്യം കരളിൽ ചെന്നാണ് പെരുകുന്നത്. കരളിനെ കുറിച്ച് നമുക്കറിയാം 2 ലോബുകളുള്ള അവയവമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളാണ്. അതേപോലെ തന്നെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബൈല് അല്ലെങ്കിൽ പിത്തരസം എന്ന് പറയുന്നത്. ബൈല് അല്ലെങ്കിൽ പിത്തരസം എന്ന് പറയുന്നത് ഒരു നോൺ എൻസൈം ആണ്. എൻസൈം അല്ല. കൊഴുപ്പിന്റെ ഡൈജഷൻ സഹായിക്കുന്ന ഒരു എൻസൈം അല്ല എന്തെന്ന് പറയുന്നത് ഈ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? കരളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. സാധാരണ വിറ്റാമിനുകൾ ചോദിക്കാറുണ്ട്. ഇത് ആ ഒരു രീതിയിൽ തന്നെ ടേബിൾ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. CPO എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നോക്കിക്കോളൂ, ഓരോ വിറ്റാമിൻ റെറ്റിനോൾ, ഒന്നാമത്തെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ ആണ്. നമുക്കറിയാം വിറ്റാമിൻ A ആണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. ഈ റെറ്റിനോളിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ നിശാന്തത, തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം സിറോഫ്താൽമി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ റെറ്റിനോൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നാണ്. ഓപ്ഷൻ സി, ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. റെറ്റിനോളുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് 2ലുള്ള രോഗം ഏതാണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ എന്നാണ് വിറ്റാമിൻ A അല്ലെങ്കിൽ റെറ്റിനോൾ അറിയപ്പെടുന്നത്. അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ നോക്കിക്കൊള്ളുക, നിയാസിൻ. നമുക്കറിയാം വിറ്റാമിൻ B1 എന്ന് പറയുന്നത് തയാമിൻ ആണ്. B2 എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ ആണ്. B3 എന്ന് പറയുന്നതാണ് നിയാസിൻ. ആ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്ത് വരുന്നു? ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നാണ് B3 അല്ലെങ്കിൽ നിയാസിൻ അറിയപ്പെടുന്നത് അല്ലെ. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്ന് B3 അറിയപ്പെടുന്നു. അടുത്ത നോക്കാം എന്താണ്? ടോക്കോഫിറോൾ. വിറ്റാമിൻ E ആണ് ടോക്കോഫിറോൾ എന്ന് പറയുന്നത്. വിറ്റാമിൻ E യെ കുറിച്ച് നമുക്കറിയാം, വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ടോക്കോഫിറോള് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ദെൻ ലാസ്റ്റ് ഫില്ലോക്കിനോൺ.
അതായത് വിറ്റാമിൻ കെ ആണ് ഫില്ലോക്കിനോൾ എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ കെ ആണ്, അതെന്തെന്നറിയപ്പെടുന്നു? ആന്റി ഹെമറേജ് വൈറ്റമിൻ അല്ലെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കണക്ട് ചെയ്യുക. റെറ്റിനോൾ എന്ന് പറയുന്നത് ആന്റി സിറോഫ്താൽമിക് ആണ്. നിയാസിൻ അല്ലെങ്കിൽ B3 എന്ന് പറയുന്നത് ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ആണ്. ടോക്കോഫിറോൾ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്. അതേപോലെ തന്നെ ഫില്ലോക്കിനോൺ വിറ്റാമിൻ കെ എന്ന് പറയുന്നത് ആന്റി ഹെമറേജിക് വൈറ്റമിൻ ആണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത മറ്റൊരു ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത ഗൃഹപ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? അല്ലെ, ഹരിത ഗൃഹപ്രഭാവത്തിന് കാരണമായിട്ടുള്ള വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെ, ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി സൂര്യനെ കടത്തിവിടും, സൂര്യപ്രകാശത്തെ കടത്തിവിടും, എന്നിട്ട് അത് തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ചില വാതകങ്ങൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് കടത്തിവിടും, പക്ഷെ റേഡിയേറ്റ് ചെയ്ത് പോകുന്നില്ല, നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ആ വാതകങ്ങളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതേപോലെ തന്നെ മീഥെയ്ൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതേപോലെ തന്നെ വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രസ് ഡയോക്സൈഡുകൾ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, വാട്ടർ, നൈട്രസ് ഡയോക്സൈഡ്. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഹരിതഗൃഹവാതകമാണ്. എന്നാൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. കാർബൺ മോണോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. നമുക്ക് നോക്കിക്കോളൂ. ഇവിടെ തന്നെ നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ഇവിടെ കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്, ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെയും കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യാം. കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യാം. ആൻസർ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ അല്ലെ, ഇതിലെല്ലാം പറയുന്ന പോലെ എന്ത് വരുന്നുണ്ട്? കാർബൺ മോണോക്സൈഡ് വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പോസിബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. കിട്ടിയല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ വരുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വന്ന മറ്റൊരു ചോദ്യമാണ്. 1ഉം 2ഉമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ശരി, രോഗകാരികൾ. പകർച്ചപ്പനി ഇതുമായിട്ട് ഏത് പറയുന്ന രോഗകാരി ഏതാണ്? പകർച്ചപ്പനി എന്ന് പറയുന്നത് എന്തുമായിട്ട് ഏത് രോഗകാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അല്ലെ, ഇൻഫ്ലുവൻസ വൈറസ് ആണ് പകർച്ചപ്പനിക്ക് കാരണമാകുന്നത്. അടുത്ത വസൂരിക്ക് കാരണം വെരിസോള വൈറസ് ആണ്. വെരിസോള വൈറസ് ആണ് വസൂരിക്ക് കാരണം. ആണോ? എങ്കില് നെക്സ്റ്റ് മുണ്ടുനീര് മീൽസ്, മംസ്, റുബല നമുക്ക് കേട്ടിട്ടുണ്ട്. സോ മംസ് ആണ് മുണ്ടുനീരിന്റെ രോഗകാരി മംസ് ആണ്. ലാസ്റ്റ് സിഫിലിസ് എന്ന് പറയുന്നത് ഏതാണ്? ട്രിപ്പോണിമ പല്ലീഡം അല്ലെ, ട്രിപ്പോണിമ പല്ലീഡം എന്ന് പറയുന്നതാണ് അതിന്റെ രോഗകാരി എന്ന് കൂടി മനസ്സിലാക്കുക. ചോദിച്ച ചോദ്യമാണ്, CPO എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ടോ, ഇത്ര ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. 2023 CPOക്ക് ചോദിച്ച ചോദ്യമാണ്. യൂട്രോഫിക്കേഷൻ എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യൂട്രോഫിക്കേഷൻ എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് ഈ പറയുന്ന യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്? നമുക്ക് ഒഴിവാക്കാം. നോക്കട്ടെ. ആഹാര ശൃംഖലയിൽ വിഷാംശം കൂടി വരിക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ആഹാര ശൃംഖലയില് വിഷാംശം കൂടി വരുന്നതിനെ നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ബയോമാഗ്നിഫിക്കേഷൻ. അപ്പൊ അതല്ല, ആഹാര ശൃംഖലയില് വിഷാംശം കൂടി വരുന്നതിനെ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. സോ ബി അല്ല. അടുത്ത ജലാശയങ്ങളിലെ പോഷകഘടകങ്ങളുടെ വർദ്ധിക്കുന്നത്. ഈ ജലാശയങ്ങളുടെ പോഷകഘടകങ്ങൾ വർദ്ധിക്കുന്നതിനാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ജലാശയങ്ങളിൽ പോഷകഘടകങ്ങൾ വർദ്ധിക്കുന്നതിന് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അന്തരീക്ഷത്തിന്റെ ചൂട് കൂടുന്നത് എന്താണ്? അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്ട് ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നുമല്ല ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലേ? കൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അടുത്ത നോക്കിക്കൊള്ളുക. ചെറുകുടലിൽ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? അല്ലെ, വില്ലസുകൾ നമുക്കറിയാം. ചെറുകുടലില് ഈ പറയുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, വിരലിന്റെ ആകൃതിയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ വില്ലസുകൾ എന്ന് പറയുന്നത്. ആ വില്ലസുകളിൽ കാണപ്പെടുന്ന
ലാക്ടിയൽസും ഉണ്ട്, അതേപോലെ തന്നെ ബ്ലഡ് വെസൽസും ഉണ്ട്. ലാക്ടിയൽസും ഉണ്ട്, ബ്ലഡ് വെസൽസും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചെറുകുടലിൽ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതായത് ലിംഫ് ലോമികകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അറിയാം, ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ലിംഫ് ലോമിക അല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കും? ഈ പറയുന്ന ലാക്ടിയൽസ് ആണ്. ഏതാണ്? ലാക്ടിയൽസ് ആണ്. വില്ലസിലെ 2 ഭാഗമുണ്ട്, ലാക്ടിയൽസും ഉണ്ട്, രക്തലോമികകളും ഉണ്ട്. അപ്പൊ അതിൽ ലിംഫ് ലോമികകളുമായിട്ട് കണക്ഷൻ ഉള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്ടിയൽസ് ആണ്. ഏതാണ്? ലാക്ടിയൽസ് ആണ്. സിമ്പിൾ അല്ലേ? ആ കൺസെപ്റ്റ് അറിയാം. ഇതൊക്കെ SCRT ചോദ്യമാണ്, SCRT ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? നമ്മുടെ സാധാരണ ഇതിൽ +2 ലെവൽ എക്സാം നടക്കുമ്പോൾ 1 മാർക്കിന് സാധാരണ ഇതിൽ റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കയറി വരാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ചോദ്യമാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ സ്പാമും ഓവവും കൂടിച്ചേരും. ആ കൂടിച്ചേരുന്ന പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറയുന്നത്, അല്ലെ? ബീജസങ്കലനം എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫലോപ്പിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ അണ്ടവാഹിയിൽ വെച്ചാണ്. ഫീമെയിൽ ബോഡിക്കുള്ളിലുള്ള അണ്ടത്തെ വഹിക്കുന്ന ഭാഗമായിട്ടുള്ള അണ്ടവാഹി അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂൾ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അല്ലെ? ഗർഭപാത്രത്തിന്റെ താഴ്ഭാഗമല്ല, അണ്ടാശയമല്ല. അണ്ടാശയം അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെ? അണ്ടവാഹി കുഴലിൽ, ഗർഭപാത്രത്തിന്റെ മുകളിൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, അണ്ടവാഹി കുഴലിൽ, അല്ലെ? അണ്ടത്തെ വഹിക്കുന്ന കുഴൽ, അണ്ടവാഹി കുഴൽ, അല്ല എങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഭാഗത്ത് വെച്ചാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ അല്ലേ? ശരി, അടുത്തൊരു ചോദ്യമാണ്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച ചോദ്യം. ജീവകം B12 അറിയപ്പെടുന്ന പേര്, അതായത് സിവിൽ പോലീസ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. B12 അറിയപ്പെടുന്ന പേര് സയനോകൊബാലമീൻ എന്ന. എന്താ? സയനോകൊബാലമീൻ. കൊബാലമീൻ. അപ്പൊ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. സയനോകൊബാലമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊബാൾട്ട് അടങ്ങിയത് കൊണ്ടാണ് അതിനെ കൊബാലമീൻ എന്ന് വിളിക്കുന്നത്, അല്ലെ? കൊബാൾട്ട് അടങ്ങിയതുകൊണ്ടാണ് അതിനെ കൊബാലമീൻ എന്ന് വിളിക്കുന്നത്. സോ ആൻസർ ഓൾറെഡി അണ്ടർസ്റ്റുഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, അല്ലെ? ഈ പറയുന്ന B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊബാൾട്ട് ആണ്. കാരണം അത് B12 വിളിക്കുന്ന പേരാണ് സയനോകൊബാലമീൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് B12. കൊബാൾട്ട് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. വിറ്റാമിനോട് നല്ലൊരു ഏരിയ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. ചില എക്സാമുകൾക്ക് വിറ്റാമിനിൽ നിന്ന് നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റുകളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയാസ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, ശരി. അവസാനത്തെ ചോദ്യം. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ധമനികളുടെ ഉൾവ്യാസം കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഈ പറയുന്ന ഹൃദയത്തിലേക്ക്, അല്ലെ, ഈ പറയുന്ന രക്തക്കുഴലുകളില് കൊഴുപ്പടിഞ്ഞുകൂടി ഉൾവ്യാസം കുറയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ രക്തക്കുഴലില് ഈ പറയുന്ന കൊഴുപ്പടിഞ്ഞുകൂടി ഉൾവ്യാസം കുറയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ. അതിറോസ്ക്ലീറോസിസ്. ഇനി ആ അതിറോസ്ക്ലീറോസിസ് സംഭവിക്കുന്നത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിലാണ് എങ്കിൽ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള രക്തം ഹൃദയത്തിൽ എത്താതെ വരികയും തന്മൂലം ഹൃദയത്തിന്റെ പ്രവർത്തനം നിശ്ചലമാകുന്നതാണ് ഹൃദയസ്തംഭനം. ആ ഹൃദയസ്തംഭനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദനയെ നമ്മൾ വിളിക്കുന്ന പേര് ആൻജിന. രക്താതി സമ്മർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, ഹൈ BP, അല്ലെ? BP, ബ്ലഡ് പ്രഷർ കൂടുന്നതാണ് ഹൈ BP എന്ന് പറയുന്നത്. സോ ആൻസർ എത്രേ ഉള്ളൂ? രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തം തടസ്സം വരുന്ന, അല്ലെ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഈ പറയുന്ന ഓപ്ഷൻ സി അതിറോസ്ക്ലീറോസിസ് ആണ്. എന്താ? അതിറോസ്ക്ലീറോസിസ് ആണ്. കിട്ടിയല്ലോ? അപ്പോ നമ്മള് PYQs ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. CPO എന്ന് പറയുന്ന എക്സാമിന് നമുക്ക് ജൂൺ, ജൂലൈ മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ ഗവൺമെന്റ് ജോലിയിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങളെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് കൈപിടിച്ചെത്തിക്കാനായിട്ടാണ് ഞങ്ങളുടെ CCയുടെ ഏറ്റവും പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. CPOയ്ക്ക് വേണ്ടിയുള്ള CPO WCPO എക്സ്ക്ലൂസീവ് ബാച്ച് ആണ്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത ലൈവ് ക്ലാസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും,
വീക്കിലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. കറണ്ട് അഫേഴ്സ്, ഡെയിലി കറണ്ട് അഫേഴ്സ്, അപ്പൊ എല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഡെയിലി സ്റ്റഡി പ്ലാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ബാച്ചാണ്. അപ്പൊ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും താഴേക്കാണ് നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.